തൊട്ടു പിന്നാലെ തന്നെ റെയ്ഡും പരിശോധനയും നമ്മളിപ്പോൾ കാണുന്നത് ED ഉദ്യോഗസ്ഥരെയാണ്. ആ പറയുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ ജോലിയിൽ ഉണ്ടായിരുന്ന ആളുകളെയും തൊട്ടടുത്ത വീടുകളിലുമെല്ലാം തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ 6 മണിയോടുകൂടി തന്നെ ഈ സംഘം പിണറായിയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 12 ഇടങ്ങളിലും ഒരേ സമയത്ത് തന്നെയാണ് ഈ സംഘം എത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ വീട് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീടാണ് ഈ പറയുന്ന തൊട്ടടുത്തുള്ള ഈ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ മനസ്സിലാക്കിയത്. അതിന് വിളിച്ചു വരുത്തി പിന്നീട് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ സമീപത്ത് തന്നെ അല്ലെങ്കിൽ സമീപത്ത് പാർട്ടി പ്രവർത്തകർ കൂടി തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥർ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ പരിശോധന കണ്ണൂർ പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലും കൂടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും ആളുകളെ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവർ ഇവിടെ നിന്നും മാറി നിൽക്കണം എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ ഈ നാട്ടുകാരും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇവിടെ തന്നെ പാർട്ടി പ്രവർത്തകരും അവിടെ എത്തിയിരിക്കുന്നു കണ്ണൂരിൽ എന്നുള്ളതാണ്. തലസ്ഥാനത്തെ വീട്ടിലെ റെയ്ഡിലൊന്നും മറ്റാരെയും അവിടെ കാണുന്നില്ല. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രം, നാട്ടുകാരും അവിടെ പുറത്ത് എത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അർജുൻ കല്യാട്, തീർച്ചയായിട്ടും ഈ വീടിൻ്റെ പരിസരത്ത് നിന്നും പോലീസും അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ കുറച്ച് താഴെ ഭാഗത്താണ് നിൽക്കുന്നത്. നമുക്ക് ഈ കാണുന്നത് പിണറായിയുടെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. ആ വരുന്ന വഴികളിലെല്ലാം തന്നെ പാർട്ടി പ്രവർത്തകർ ഓരോ ആളുകളായി ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ ഈ ഭാഗങ്ങളിലുമുണ്ട്. രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ സംഘം ഇവിടത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തലശ്ശേരി ASP കൂടി ഈ സ്ഥലത്തേക്ക് എത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നേരത്തെ തന്നെ ഈ വീടിന് സമീപത്ത് ഉണ്ടായിരുന്നു. മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ വീടിൻ്റെ സമീപത്ത് ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എന്തായാലും പരിശോധന ഈ വീട്ടിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 3 EDയിലെ ഉദ്യോഗസ്ഥരാണ്, 3 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളും അങ്ങനെ തന്നെയാണ്. 3 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ 3 പേരും ഇപ്പോൾ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. നേരത്തെ അവരുടെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. വീടിനകത്താണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുത്ത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സമയത്ത് വീട്ടിൽ ഈ സംഘം ഇവിടത്തേക്ക് എത്തിയ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതായത് അത്തരത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ED ഉദ്യോഗസ്ഥനെയാണ്. ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം പാർട്ടി ആലോചിച്ച് പ്രതികരിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞ വാർത്തയുടെ വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയാണ്. റോഹിത് റഷീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങൾ നോക്കിയ ശേഷം പാർട്ടി ആലോചിച്ച് പ്രതികരിക്കുമെന്നുള്ളതാണ്. അർജുൻ കല്യാട് ഇപ്പോൾ പിണറായി വിജയന്റെ കണ്ണൂരിലെ വസതിയിൽ പണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് ഉള്ളത്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തെത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം എല്ലായിടത്തും ED റെയ്ഡ് നടക്കും. പക്ഷേ ED ഉദ്യോഗസ്ഥരുമായി പോലീസ് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ കാണുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുമായി ED ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നതാണ്. കണ്ണൂരിലെ വീട്ടിൽ, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഇപ്പോൾ ED റെയ്ഡ് നടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ സ്ഥലത്തെത്തി എന്നുള്ളതാണ്. പോലീസിനെ അറിയിക്കാതെ തന്നെയാണ് ഈ റെയ്ഡിലേക്ക് ED കടന്നിട്ടുള്ളത്. നേരത്തെ കണ്ണൂരിലെ വീട് പാർട്ടി പ്രവർത്തകർ അവിടേക്ക് കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തലസ്ഥാനത്തുള്ള സാഹചര്യമല്ല കണ്ണൂരിൽ പാർട്ടി പ്രവർത്തകർ വീടിന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ആ വീടിന് കുറച്ച് വാര അകലെ പാർട്ടി പ്രവർത്തകർ തമ്പടിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സുരക്ഷാ പ്രശ്നം കൂടിയുണ്ട്. പ്രതിഷേധം ഉയരുമോ എന്നൊക്കെയുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസ് കൂടി അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ED ഉദ്യോഗസ്ഥരുമായി പോലീസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂരിൽ പിണറായി വിജയന്റെ വീട്ടിൽ ED എത്തിയപ്പോൾ അവിടെ പരിശോധനാ നടപടികളിലേക്ക് കടക്കുമ്പോൾ അവർക്ക് വളരെ വേഗം കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നീട്
വീട് വന്ന അവിടുത്തെ ജോലിക്കാരാണ് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ED അകത്ത് കയറിയിരിക്കുന്നത്.